ഹായ് ഫ്രണ്ട്സ്. ക്യാൻവ പോലെയുള്ള അല്ലെങ്കിൽ ഒരുപാട് എഐ ടൂൾസ് വന്ന ഈ ഒരു കാലത്തും പലരും ഇപ്പളും ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്‌വെയറാണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി അത്യാവശ്യം ഡിസൈനിങ് അറിയാവുന്ന അല്ലെങ്കിൽ അത്യാവശ്യം കളർ ടോണും കളർ കോമ്പിനേഷനെ കുറിച്ചൊക്കെയുള്ള ഒരു ധാരണയുള്ള മിക്കവാറും എല്ലാ ഡിസൈനേഴ്സും യൂസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ സോഫ്റ്റ്‌വെയറാണ് അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. എന്നാൽ അഡോബ് ഫോട്ടോഷോപ്പിന് ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിനൊരു എമൗണ്ട് വരുന്നതുകൊണ്ട് തന്നെ പലരും ഇപ്പളും അതിന്റെ ക്രാക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ക്രാക്ക് യൂസ് ചെയ്യാന്ന് പറയുന്നത് ഹൈലി റിസ്ക് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം അതില് പലപ്പോഴും പല രീതിയിലുള്ള വൈറസുകളും, മാൽവേഴ്സുകളും ആഡ് ഓൺ ആയിട്ട് വരാറുണ്ട്. എന്നാൽ ഇപ്പം നമുക്ക് ഫോട്ടോഷോപ്പ് ലീഗലായിട്ട് 100% ലീഗലായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യാൻ പറ്റുക. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ആഡ് ഓൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ വന്നതിന് ശേഷം ഇവിടെ ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ എക്സ്റ്റൻഷൻസിൽ വിസിറ്റ് ക്രോം വെബ് സ്റ്റോർ എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഈ ക്രോം വെബ് സ്റ്റോർ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ആൻഡ്രോയിഡിന്റെ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ മാക്കിന്റെ ആപ്പ് സ്റ്റോർ ഒക്കെ പോലുള്ള ക്രോമിന്റെ ഒരു സ്റ്റോറാണ്. ഇതിൽ ഒരുപാട് പ്ലഗിൻസ്, ഒരുപാട് ആഡ് ഓൺസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. സോ ഇതില് ഈ ആഡ് ഓൺസ് നമുക്ക് നമ്മളെ ക്രോമിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് നമ്മളെ ക്രോമില് യൂസ് ചെയ്യാൻ പറ്റും. ഇത് പലർക്കും അറിയാം, പലർക്കും അറിയാത്തതുമാണ്. ഇതില് വന്നതിന് ശേഷം ഇവിടെ നമ്മള് ജസ്റ്റ് ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ. ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോഷോപ്പിന്റെ ഈ ഒരു ഓപ്ഷൻ കാണിക്കും. ജസ്റ്റ് ഈ ഫോട്ടോഷോപ്പ് എന്നുള്ള എക്സ്റ്റൻഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ആഡ് ടു ക്രോം എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ആഡ് എക്സ്റ്റൻഷൻ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. സോ അപ്പോൾ നമുക്കത് ലോഡ് ആവുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കത് ഡൗൺലോഡ് ചെയ്യുന്നതായിട്ടും കാണാം. ഓക്കെ. സോ അത് ഡൗൺലോഡ് ആവുന്നവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പം നമുക്കത് ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഇത് പിൻ ചെയ്ത് വെക്കുക. ഓക്കെ. ഇപ്പോൾ ഇവിടെ നമുക്കത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പുതിയൊരു ടാബും ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ സ്റ്റാർട്ട് ഫ്രീ ഓഫർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. 6 മന്തിലേക്കാണ് നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇതിൽ നിങ്ങൾ നോർമലി നമ്മൾ ഫ്രീ ഓപ്ഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കണം, അല്ലെങ്കിൽ യുപിഐ കൊടുക്കണം, എന്തെങ്കിലും രീതിയിലുള്ള പേയ്മെന്റ് മെത്തേഡ് നമ്മൾ കൊടുക്കണം. ഇതിൽ നിങ്ങൾ അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻസും പ്ലഗിൻസും ഒന്നും പ്രതീക്ഷിക്കരുത്. എന്നാൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് ഡിസൈൻ ചെയ്യാനും ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനും ഇതിൽ സാധിക്കും. സോ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റാർട്ട് ഫ്രീ ഓഫർ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ഒരു പുതിയൊരു ടാബിലേക്ക് നമുക്കത് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഈ സ്റ്റാർട്ട് നൗവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഒന്ന് സൈൻ ഇൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഇമെയിൽ ഐ ഡി സൈൻ ഇൻ ചെയ്യാണ്. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ഒന്ന് റീഫ്രഷ് ആവും. റീഫ്രഷ് ആയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ വരിക. ഇവിടെ ജസ്റ്റ് അലോ കൊടുക്കുക. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് സിമ്പലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ഇമേജ് യൂസ് ചെയ്യാം. അതായത് ജനറേറ്റ് AI ഉപയോഗിച്ചിട്ട് പ്രോംപ്റ്റ് ഉപയോഗിച്ച് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. ഇമേജിലുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ഞാൻ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ട്യൂട്ടോറിയലുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കാണാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് വേണ്ട പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഗേൾ സിറ്റിംഗ് ഹിസ് ഓഫീസ് റൂം വിത്ത് എ ലാപ്ടോപ്പ് എന്ന് ഞാനിവിടെ പറഞ്ഞു, ഞാനിവിടെ കൊടുത്തു. ഇതിൽ താഴേക്ക് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ജനറേറ്റ് കൊടുക്കുകയാണ്. ജനറേറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് ലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് അത് ലോഡ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിൽ പ്രോംപ്റ്റ് നിങ്ങൾ എത്രത്തോളം ബെറ്റർ ആയിട്ട് കൊടുക്കുന്നോ അത്രത്തോളം നല്ല ബെറ്റർ ഔട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോംപ്റ്റ് കൊടുക്കും. കണ്ടില്ലേ? സോ ഇതുപോലുള്ളൊരു ഇമേജ് നിങ്ങൾക്ക് ജനറേറ്റ് കിട്ടും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാം, അത് സേവ് ചെയ്യാം.
ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്യാം. ഒക്കെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ബേസിക്കലി ഓൾമോസ്റ്റ് എല്ലാ എഡിറ്റിംഗ് ഓപ്ഷൻസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾ ഈ AI ഉപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഇമേജസിന് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് വരുന്നുണ്ട്. മന്ത്ലി ഒരു ക്രെഡിറ്റ് ലിമിറ്റ് വരുന്നുണ്ട്. ആ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ 10 ക്രെഡിറ്റ് ആണ് നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അത് നെക്സ്റ്റ് റീസെറ്റ് ആവുന്ന ഡേറ്റ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് കുറഞ്ഞു വരും. ഇത് AI ഇമേജസ് ജനറേറ്റ് ചെയ്യുന്നതിനാണ് ഈ ക്രെഡിറ്റുകൾ നിങ്ങൾക്ക് കുറയുന്നത്. സോ ഇപ്പോഴും നിങ്ങൾ ഈ ഒരു ക്രാക്ക് സോഫ്റ്റ്വെയർസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്ന നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.